ആർക്കിമിഡീസിൻ്റെ കണക്ക് പുസ്തകത്തിൽ ബഷീർ എഴുതി ചേർത്തു, ഒന്നുമൊന്നും ഇമിണി വല്യൊന്ന്. അകലെ അപാരതേ, നിൻ വഴികളിലെങ്ങോ അരുമസ്വനഗ്രാഹി പേടകം പിന്നിൽ പേറി ഒരു സൈക്കിളിൽ ആരോ പാഞ്ഞു പോവത് കണ്ടു എന്ന ONVയുടെ വരികളിലൂടെ തന്നെ ആവട്ടെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ബേപ്പൂർ സുൽത്താൻ്റെ തുടക്കം. മനുഷ്യൻ എന്ന പദത്തിന് എത്രത്തോളം മനോഹരമാവാൻ കഴിയുമെന്ന് കാലം തെളിയിച്ചു തന്നത് വൈക്കം മുഹമ്മദ് ബഷീറിലൂടെയാണ്. സന്ദേശവാഹകൻ എന്നാണ് ബഷീർ എന്ന വാക്കിൻ്റെ പൊരുൾ. അതെ, സ്നേഹത്തിൻ്റെ, അറിവിൻ്റെ, കാരുണ്യത്തിൻ്റെ, അങ്ങനെ എത്രയെത്ര സന്ദേശങ്ങളാണ് ബഷീർ വായനക്കാരന് സമ്മാനിച്ചത്. മാങ്കോസ്റ്റിൻ ചുവട്ടിലെ ആ ചാരുകസേരയിലിരുന്ന് മിസ്റ്റർ ആൻഡ് മിസ്സിസ് വവ്വാൽ, മിസ്റ്റർ ആൻഡ് മിസ്സിസ് മൂർഖൻ, മിസ്റ്റർ ആൻഡ് മിസ്സിസ് കുറുക്കൻ തുടങ്ങി തൻ്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് വാതോരാതെ പറയാറുള്ള ബഷീറിനെയാവും ഒരുപക്ഷെ വള്ളത്തോൾ തൻ്റെ വരികളിലൂടെ പരാമർശിച്ചത്. ലോകമേ തറവാട്, തനിക്ക് പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. ബഷീർ എന്ന അതുല്യ സാഹിത്യകാരൻ്റെ ഭാഷാ വൈവിധ്യത്തെ മാത്രം വായിച്ചറിഞ്ഞ മലയാളിക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കും, മഷിയും പേനയും കടലാസും കടം വാങ്ങി എഴുതി തുടങ്ങിയ ബഷീർ എഴുതപ്പെട്ടതിനെ പത്രത്തിനയക്കാൻ ബുക്ക് പോസ്റ്റിന് 4 രൂപയില്ലാതെ നട്ടം തിരിഞ്ഞ നാളുകളെ. കാലാതീതമായി നിലകൊള്ളുന്ന ബഷീറിൻ്റെ ഓരോ പുസ്തകവും തെളിയിച്ചു കൊണ്ടേയിരിക്കും മലയാള ഭാഷയ്ക്ക് ഒരലങ്കാരവും വേണ്ടെന്ന യാഥാർത്ഥ്യം. അനന്തവിസ്തൃതമായ അനുഭവങ്ങൾ ഓരോന്നും വാക്കുകളായും അത് പിന്നെ വാചകങ്ങളായും പരിണമിക്കപ്പെട്ടപ്പോൾ കാലങ്ങളായി നിലനിന്നുകൊണ്ടിരുന്ന വ്യാകരണ നിയമങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടതിൻ്റെ ഉത്സാഹമുണ്ടായിരുന്നു മലയാള ഭാഷയ്ക്ക്. ബഷീറിൻ്റെ പ്രിയപ്പെട്ട പൊന്നമ്പിളി KA ബീന പറഞ്ഞതുപോലെ അപൂർവം ഒരു സൗന്ദര്യാനുഭൂതിയിൽ പുളകം കൊള്ളുകയായിരുന്നു മലയാള സാഹിത്യം. കടക്കപ്പിള്ള, ഇംഗ്ലീഷ് ട്യൂഷൻ മാസ്റ്റർ, കൈനോട്ടക്കാരൻ, അടുക്കളപ്പണിക്കാരൻ, മിൽത്തൊഴിലാളി, ഗേറ്റ് കീപ്പർ, ഹോട്ടൽ തൊഴിലാളി, ന്യൂസ് പേപ്പർ വിൽപ്പനക്കാരൻ, മാജിക് കളിക്കാരൻ്റെ അസിസ്റ്റന്റ്, കപ്പലിലെ ഖലാസി, സ്പോർട്സ് ഗുഡ്സ് ഏജന്റ്, പുസ്തക കച്ചവടക്കാരൻ, ഇതിൻ്റെയെല്ലാം ആകെത്തുകയായിരുന്നു ബഷീർ. ഈ മിശ്രിതത്തിൻ്റെ രസക്കൂട്ടിൽ നിന്ന് പുനർജനിക്കപ്പെട്ടതാണ് രസകരമായ ഓരോ പുസ്തകങ്ങളും. ബഷീറിനെ കണ്ട നാളുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ വാതോരാതെ പറയാൻ എൻ്റെ പപ്പയ്ക്കുമുണ്ടായിരുന്നു ഒരുപാട്.